ഗൾഫ് നാടുകളിൽ കനത്ത ചൂട്. ഈദുൽ അദ്ഹ ആഘോഷങ്ങൾക്ക് പൊലിമ കുറയും. ഈദ് ദിനങ്ങളിൽ താപനില 47 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. പല രാജ്യങ്ങളിലും കാലത്ത് 10 മുതൽ ഉച്ചയ്ക്ക് 3 വരെ നേരിട്ട് സൂര്യതാപം ഏൽക്കരുതെന്ന മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള കളികൾ, മത്സരങ്ങൾ അടക്കം എല്ലാ കായിക വിനോദ പരിപാടികളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഈദിന്റെ പൊലിമ കുറയ്ക്കാനാണ് സാധ്യത. അതേസമയം ഈദാഘോഷം രാത്രികാലങ്ങളിൽ സാധാരണ പോലെ പൊടിപൊടിക്കുമെന്നും പ്രതീക്ഷയുണ്ട്. പരിശുദ്ധ ഹജ്ജിനായി തീർത്ഥാടകർ മക്കയിലേക്ക് ഒഴുകുന്നു. ഇത്തവണ ആദ്യമായി ഫാൽക്കൺ എന്ന പേരിലുള്ള അഗ്നിശമന ഡ്രോൺ വിന്യസിക്കും. ഏറെ ഉയരത്തിലുള്ളതോ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളതോ ആയ സ്ഥലങ്ങളിലെ അഗ്നിശമന രക്ഷാപ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഈ ഡ്രോൺ എന്ന് സൗദി സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. തെർമൽ ക്യാമറകളും കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുമായി നേരിട്ട് ബന്ധിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയും തത്സമയ ദൃശ്യങ്ങൾ പ്രക്ഷേപണം ചെയ്യാനുള്ള കഴിവും ഇതിന്റെ പ്രത്യേകതകളാണ്. ഈദുൽ അദ്ഹ അവധി ദുബായ് വിമാനത്താവളങ്ങളിൽ തിരക്ക് കൂടി. വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന വൻ തിരക്ക് കണക്കിലെടുത്ത് ഈ മാസം 9 വരെ യാത്രക്കാർ ഓൺലൈൻ ചെക്ക് ഇൻ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നും കൃത്യസമയത്ത് തന്നെ വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. നാട്ടിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇരട്ടിയോളമാണ് കൂട്ടിയത്. ഈദുൽ അദ്ഹയുടെ അവധി ആരംഭിക്കാനിരിക്കെ ദുബായിലെ മിക്കവാറും എല്ലാ ഹോട്ടലുകളും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. പല ഹോട്ടലുകളിലും ബുക്കിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ വിരുദ്ധ ധനസഹായം. UAE ഒരു എക്സ്ചേഞ്ച് ഹൗസിന് 35 ലക്ഷം ദിർഹം പിഴ. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദത്തിനും നിയമവിരുദ്ധ സംഘടനകൾക്കും ധനസഹായം നൽകൽ എന്നീ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ എക്സ്ചേഞ്ച് ഹൗസ് കാര്യമായ പോരായ്മകൾ വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വൻതുക പിഴ വിധിച്ചത്. 3 ആഴ്ചക്കിടയിൽ രാജ്യത്ത് 3 പണമിടപാട് സ്ഥാപനങ്ങൾക്കാണ് UAE സെൻട്രൽ ബാങ്ക് ഇത്തരത്തിൽ വൻതുക പിഴ ചുമത്തിയത്. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. US താരിഫുകളെക്കുറിച്ചും ചൈനയുമായുള്ള കരാർ തകരുമോ എന്നതിനെക്കുറിച്ചും വിപണികൾക്കും നിക്ഷേപകർക്കും പുതുതായി ഉണ്ടായ ആശങ്കകളാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായത്. ഇന്ന് ദുബായിലെ സ്വർണ്ണവില ഒറ്റയടിക്ക് ഗ്രാമിന് 7.5 ദിർഹമാണ് വർദ്ധിച്ചത്. UAE താമസക്കാരുടെ ജനന മരണ രജിസ്ട്രേഷനുകളിൽ മാറ്റം. ജനന മരണ രജിസ്ട്രേഷൻ സേവനങ്ങൾ ഇതുവരെ നൽകിയിരുന്ന ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ഇത്തരം സേവനങ്ങൾ അവസാനിപ്പിക്കുകയും എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസിന് കീഴിലാക്കുകയും ചെയ്തതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. പൊതുജനാരോഗ്യ സംവിധാനം കൈകാര്യം ചെയ്യുന്ന EHSന്റെ വെബ്സൈറ്റിൽ ഇനി മുതൽ ഇത്തരം സേവനങ്ങൾ ലഭ്യമാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് മുന്നേറാനും പുതിയ ലോകത്തെ നയിക്കാനും ആവശ്യമായ വിദ്യാഭ്യാസമാണ് ആധുനിക കാലത്ത് അനിവാര്യമെന്ന് ഷാർജ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഹെർ എക്സലൻസി ഷെയ്ഖ ബദൂർ ബിൻ സുൽത്താൻ അൽ കാസ്മി അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ വസന്തകാല ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. 47 രാജ്യങ്ങളിൽ നിന്നുള്ള 794 വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങിയത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ ടോഡ് ലോഡ്സൺ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു.